സേനാപതി വേണു, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചല്ലോ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണിത് എന്ന്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തിയത് ആരാണ്? ഇതിന്മേൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കണ്ടതാരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഒരു ദീപം തെളിയിച്ച്, കാർത്തിക ദീപം തെളിയിച്ച് മടങ്ങുകയാണെങ്കിൽ അതിൽ ഹനിക്കപ്പെടുന്നത് ആരുടെ വികാരമാണ്? അതിനെതിരെ അല്ലെങ്കിൽ അതിന് വിഘാതമായി നിന്നുകൊണ്ട് അവിടെ ഒരു സംഘർഷ സാഹചര്യം ഉടലെടുപ്പിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ചവരല്ലേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം നടത്തിയത്? അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ സർക്കാർ ഉൾപ്പെടുന്ന DMK-യും കോൺഗ്രസും CPM-ഉം ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമല്ലേ? അവിടെ രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം BJP എങ്ങനെയാണ് നടത്തിയത്? ഒന്ന്, രോഹിണി, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി വിധികൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ കോടതി വിധികളുടെ മറവിലെന്ന് ഞാൻ പറയില്ല, അതിന്റെ തണലില്. ഇപ്പോൾ ശ്രീ പത്മനാഭൻ സാറിനും അറിയാം, ജലീലിനും അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ജാക്കോബായ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും തമ്മിലുള്ള പള്ളിത്തർക്കം. എത്ര ക്ലിയറായ വിധി ഹൈക്കോടതിയുടേതുണ്ട്. കോതമംഗലം ചെറുപള്ളി, അതാണല്ലോ ഏറ്റവും തർക്ക കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, CISF-നെയും CRPF-നെ ഇറക്കിയിട്ട് പള്ളി പിടിച്ചു കൊടുക്കാൻ കോടതി ഉത്തരവിടണമോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൻ്റെ ഒരു പ്രായോഗികത വളരെ നമ്മളത് ചർച്ച ചെയ്യേണ്ട. അമ്പായത്തോടെന്ന് പറയുന്നൊരു സ്ഥലം രോഹിണിക്ക് അറിയുമെന്ന് അറിയില്ല, ഇവർക്കെല്ലാം അറിയാം. അവിടെ മുഴുവൻ ആളുകളെയും കുടിയിറക്കണം എന്നുള്ളൊരു നിയമമാണ് വന്നത്. ഒരാളെ ഇറക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും മണ്ണയുമായിട്ട് നിൽക്കുകയാണ്. കുടിയിറക്കാൻ പോലീസ് വന്നു കഴിയുമ്പോഴത്തേക്കും. ഇനി 1975 ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഒരു വലിയ വിധിയുണ്ട്. എന്താണെന്ന് അറിയും, ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി എല്ലാം തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന്. ഈ ആദിവാസികളുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചവരുണ്ട്, തട്ടിച്ച് മേടിച്ചവരുണ്ടാകാം, എന്താ പറഞ്ഞ ഉണക്കമീനും പുകലയൊക്കെ കൊടുത്ത് മേടിച്ചവരും ഉണ്ടാകാം, നല്ല വില കൊടുത്ത് മേടിച്ചവരുണ്ട്. ഈ ഭൂമി മുഴുവൻ കൃഷി ചെയ്ത് അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തി 10, 15, 20 കൊല്ലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആദായമായി കഴിഞ്ഞു. പുതിയ നിയമം വന്ന് ഭൂമി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പ്രക്ഷോഭം, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞത് ചില വിധികൾ, പത്മനാഭൻ സാറിന് അറിയാൻ, ചില വിധികൾ നടപ്പിലാക്കുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട്. അത് കോടതി നിയമത്തിന്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, കോതമംഗലം ചെറുപള്ളി പിടിച്ചു കൊടുത്തേ പറ്റുള്ളൂ, ആദിവാസികളുടെ അന്യായപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് ആദിവാസികൾക്ക് കിട്ടണം, അമ്പായത്തോട്ടിലെ ആളുകളെ അനധികൃതമായിട്ട് കുടിയിറക്കണം. ഈയിടെ ആലുവയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഈ വളരെ റീസെന്റ്, ഇപ്പോൾ പത്മനാഭ സാർ എറണാകുളത്തുള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആലുവയ്ക്കടുത്തുള്ള ഒരു സ്ഥലം, വാഴക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തിയുടെ 2.5 ഏക്കർ സ്ഥലം 40-50 കുടുംബങ്ങളുടെ കയ്യിൽ കോടതി ഉത്തരവ്, കീഴ്ക്കോടതി ഉത്തരവ്, അതിന് മുകളിൽ ജില്ലാ കോടതിയുടെ, അവസാനം ഹൈക്കോടതിയിൽ ചെന്ന് അന്ന് എനിക്ക് തോന്നുന്നത് കോടതി ഇത് ഇറക്കി വിടാനായിട്ട് ഉത്തരവുമായിട്ട് വന്നു. ഇറക്കി വിടലും നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ രോഹിണി, ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം എന്ത് എന്ന് ഞാൻ ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ 40-50 കൊല്ലമായി ഈ പില്ലർ, ഈ പോളിരിക്കുന്ന ഭാഗത്ത് ദീപം ജ്വലിപ്പിക്കലില്ല. അത് അവിടെ വേണ്ട എന്ന് അവിടെയുള്ള ആളുകളും തീരുമാനിച്ചിരിക്കുന്നു, അവിടുത്തെ ഭക്തരും തീരുമാനിച്ചിരുന്നേ. അതിൽ മുരുകനും കുഴപ്പമില്ല, എന്താ പറഞ്ഞ പൂജാരിക്കും കുഴപ്പമില്ല, മറ്റേ ആളുകൾക്കൊന്നും കുഴപ്പമില്ലെന്നേ. പിന്നെ ഒരു കോടതി വിധി ഈ കാര്യത്തിലൊക്കെ ശരിയായിരിക്കും. കോടതി ചിലപ്പം അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല, ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, എന്തുകൊണ്ട് ആ പില്ലറിൽ അല്ലെങ്കിൽ പോളിൽ ദീപം ജ്വലിപ്പിക്കാൻ കൂടെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഈ ഭാഗത്ത് അവിടെ ദീപം ജ്വലിപ്പിക്കലില്ല. ഈ ശബരിമല അതുപോലെ തന്നെ വാവരുടെ പള്ളി, ശബരിമല ക്ഷേത്രം, ഇത് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതും തന്നെ. അവിടെ ഭക്തർ ഇരുവിഭാഗത്തിൽപ്പെട്ട ഭക്തരും അവിടെ പോവുകയും. ഒരു സംശയം, അങ്ങനെ കാലങ്ങളായി ദീപം ജ്വലിപ്പിക്കലില്ല എന്ന് പറയുമ്പോൾ ദീപം ജ്വലിപ്പിക്കുന്ന ഒരു ആചാരത്തിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്ന് ആ വിശ്വാസികൾ തീരുമാനിച്ചാൽ അതിലെന്താണ് തെറ്റ്? അത് തടയപ്പെടണമെന്ന് ആർക്കാണ് വാശി? അല്ല, അതിനകത്ത് രോഹിണി, യുവർ ഫ്രീഡം എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. നിങ്ങൾക്ക് വടികറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ വടികറക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് ആ സ്വാതന്ത്ര്യം അവസാനിക്കുക. ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ദർഗ അങ്ങോട്ട് ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങൾ ഇന്നു മുതൽ അതങ്ങ് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുണ്ടാകുന്ന ഒരു പ്രതികരണം അതാണല്ലോ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം. അതായത് ആ അപ്പുറത്തുണ്ടാകുന്ന പ്രതികരണം,
അത് ഭയക്കുന്നുണ്ട് അല്ലെ? അവിടെ ഒരു ദീപം ഭയക്കുന്നതല്ലല്ലോ, അവിടെ ഒരു ദീപം ജ്വലിച്ചാൽ തങ്ങൾക്ക് അത് അരോചകമാകുമെന്ന് തോന്നുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. അപ്പോൾ ഇപ്പുറത്തുള്ളവർക്ക് അത്തരമുള്ള വികാരങ്ങൾ പാടില്ല എന്നാണോ? അല്ലാതെ അവിടെ തന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഈ മുരുകനെ ആരാധിക്കുന്നതിനും മുരുകന്റെ പേരിൽ അവിടെ ദീപം ജ്വലിപ്പിക്കുന്നതിനും. തിരുപ്പുറം കുണ്ടത്തിൽ ഇന്ന് വരെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ആർക്കും തടസ്സം ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമോ എങ്ങാനും ഈ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോഴാണല്ലോ വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത വിഷയങ്ങളെ എന്താ പറയുക, കുത്തിപ്പൊക്കുക, കോടതിയിൽ കേസ് കൊടുക്കുക. അപ്പൊ ജസ്റ്റിസ് കർണൻ ഉണ്ടായിരുന്ന ഒരു നാടാണല്ലോ തമിഴ്നാട്. സുപ്രീം കോടതി ഹൈക്കോടതിയിലെ 2 ജസ്റ്റിസുമാരെ അറസ്റ്റ് ചെയ്യണമെന്ന് വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് കർണൻ ഉള്ള നാടാണല്ലോ തമിഴ്നാട്. അപ്പൊ നമ്മൾ ഈ എന്താ പറഞ്ഞ ഇതെല്ലാം വിശുദ്ധ പശുക്കൾ ഹോളി കൗവൊന്നും അല്ലല്ലോ. അവിടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു. തലേ ദിവസം വിധി പ്രഖ്യാപിച്ച ജഡ്ജി പിറ്റേ ദിവസം കൽക്കത്തയിൽ നമ്മൾ കാണുന്നത്, ബംഗാളിൽ കാണുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയുടെ കാര്യത്തിൽ ഒരുപാട് സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇംപീച്ച്മെന്റിന് തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് മുൻകൈ എടുത്തുള്ള പാർലമെന്റ് എംപിമാർ മുൻകൈ എടുത്തുള്ള ഇംപീച്ച്മെന്റ്. ശ്രീ പത്മനാഭൻ സാർ സൂചിപ്പിച്ച പോലെ ഇംപീച്ച്മെന്റ് നാളെ വിജയിക്കുമെന്നോ ഇല്ലെങ്കിൽ ജസ്റ്റിസ് വിശ്വനാഥനെ പുറത്താക്കുമെന്നുള്ളതല്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ ചർച്ച ചെയ്യാൻ എന്തിനാണ് നമ്മൾ ഭൂരിപക്ഷമില്ലാത്ത നിയമസഭയിൽ നമ്മൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്? നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂ അത് ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്യാനും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനും, കാരണം ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് അത് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. അതല്ലാതെ നാളെ പാർലമെന്റിൽ ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ 102 ഇല്ലെങ്കിൽ അവരുടെ 22 കൊണ്ട് ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആ പൊളിറ്റിക്സിന്റെ മറവിൽ ഉണ്ടായിരിക്കുന്ന ജാതിപരമായിട്ടുള്ള ധ്രുവീകരണവും ഇതെന്ത് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന്. ശരി, ശ്രീ സേനാപതി വേണു, ഒരു കാര്യം കൂടി. താങ്കൾ പറഞ്ഞ ഈ രാഷ്ട്രീയ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ 2025 ജനുവരി 18 SDPI പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയുണ്ടായി. SDPIയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ അറിയാമല്ലോ. അവർ അവിടെ ഒരു പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിച്ചേർന്നു. അതെന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ അവിടെ കൃത്യമായ ആസൂത്രണമില്ലേ? അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് മതത്തിന്റെ പേരിൽ അന്യായമായി ഇപ്പൊ അവിടുത്തെ ദർഗയിൽ പോകാനും ആരാധന നടത്താനും എല്ലാ വിശ്വാസികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ് അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യവും. ഇനി അവിടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന ആളുകൾ വന്നാൽ മതി എന്നും പറഞ്ഞ് ആരെങ്കിലും അവിടെ സംഘർഷത്തിന് വന്നു കഴിഞ്ഞാൽ അതും വർഗീയമാണ്. ആ വർഗീയതയും ചെറുത്തു തോൽക്കപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. അതല്ലാതെ ഇന്നവർ വന്നത് അവിടെ വെള്ളം ഉണ്ടാക്കി അതുകൊണ്ട് അത് വേണം, ഇന്നവർ വന്ന് വെള്ളം ഉണ്ടാക്കുമ്പോൾ അത് പാടില്ല എന്നുള്ളതല്ല. അവിടെ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഫ്രം ടൈം ഇമ്മമോറിയൽ നമ്മളുടെ ഒരു ഓർമ്മയുള്ള കാലം, അതിന്റെ കാലപ്പഴക്കം മുതൽ ഇങ്ങനെ തുടരുന്ന ഒരു വിശ്വാസവും ആചാരവും അതിനെ ഒരു ദിവസം അതിനെ ലംഘിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി നടക്കുന്ന ഈ പ്രകടനങ്ങൾ അതൊന്നും ഒരിക്കലും അത് ഒരു ശുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. നമ്മൾ ഈ നിയമത്തിലൊക്കെ പറയുന്നത് നോട്ട് വിത്ത് എന്താ പറഞ്ഞ ഒരു സംശുദ്ധമായ ഒരു കാര്യത്തിന്റെ വേണ്ടിയല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞതുപോലെ അവിടെ ഒരു മതവിഭാഗത്തിനെ ഹനിക്കുന്നതിന് വേണ്ടി ഇത് ബോധപൂർവം നടത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ദീപം തെളിയിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. താങ്കൾ അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിച്ചു എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം അവിടെ ചില ജൈന ക്ഷേത്രങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ജൈന ക്ഷേത്രങ്ങളെല്ലാം ഇവർ ഇസ്ലാം മതവിശ്വാസികളുടെ ദർഗയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മസ്ജിദിന്റെ അതേ നിറത്തിലുള്ള ചായം തേച്ചു പിടിപ്പിച്ചു എന്നുള്ളതാണ്. പച്ച കളർ അവിടെ എങ്ങും ഈ ജൈനക്ഷേത്രങ്ങളിലൊക്കെ തേച്ചു പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഈ നിറം നീക്കാനുള്ള ശ്രമങ്ങളിലാണ്. അവർ അത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ളതാണ്. ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആ നിറം ഇവർ തേച്ചു പിടിപ്പിച്ചതൊക്കെ നീക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതത്ര നിഷ്കളങ്കമായ പ്രവൃത്തിയൊന്നുമില്ല. ഒരു ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ആസൂത്രണം ഇങ്ങനെ നടക്കുന്നുണ്ട്. ശ്രീ സേനാപതി വേണു, അല്ല, ആസൂത്രണം ഉണ്ടെങ്കിൽ ആസൂത്രണത്തെ എതിർക്കണമല്ലോ. അതാൽ ആർക്ക തർക്കം? അവിടെ ദർഗയിൽ മാത്രമാണ് അവകാശമുള്ളൂ. ആ ദർഗയിൽ അപ്പോഴാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദർഗയ്ക്കെതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ അത് നീക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവണതകൾ ഒന്നും ആശാസ്യമല്ല എന്ന് പറയുന്നതോടൊപ്പം ദീപം തെളിയിക്കാൻ അനുമതി കൊടുത്ത ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണ് വിഷയം.
അല്ല, അതിൻ്റെ അകത്ത് ഇംപീച്ച്മെന്റിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് രഹസ്യമായിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയൊന്നുമല്ലോ. ആ ഇംപീച്ച്മെന്റിനെ സംബന്ധിച്ച് വളരെ സുദീർഘമായ ചർച്ച പാർലമെന്റിൽ നടക്കും. പാർലമെന്റിൽ നടക്കുമ്പോൾ ഇപ്പൊ കനിമൊഴി ഉൾപ്പെടെയുള്ള ആളുകൾ, തിരുച്ചി ശിവ ഉൾപ്പെടെയുള്ള ആളുകൾ, അവര് DMK-യുടെ കാര്യങ്ങൾ പറയും. ഞങ്ങൾ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ, ഞങ്ങളുടെ മാണിക് ഠാക്കൂർ അടക്കമുള്ള ആളുകൾ പാർലമെന്റിലുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളത് പറയും. ഇനി അതിനെ എതിർത്തുകൊണ്ട് ഇപ്പൊ BJP-യുടെ MP-മാർ തമിഴ്നാട്ടിൽ നിന്നില്ല, പക്ഷെ BJP-കാർക്ക് ഈ കാര്യത്തെ എതിർത്തുകൊണ്ട് പാർലമെന്റിൽ സംസാരിക്കാനുള്ള എല്ലാ വേദിയുമുണ്ട്. ഇത് ജനം അറിയട്ടെ, പൊതുജനം അറിയട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായതെന്നും ആ വിധിയുടെ പിന്നിൽ അന്തർലീനമായിരിക്കുന്ന ഗൂഢ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതും ഈ കാര്യം പൊതുസമൂഹം അറിയട്ടെ. പൊതുസമൂഹം അറിയുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങ് ആദ്യം സൂചിപ്പിച്ച പോലെ ജൈനമത ക്ഷേത്രങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആരെങ്കിലും കൈയേറുന്നുണ്ട് എങ്കിൽ അത് തടയാനും അതിന് നടപടി സ്വീകരിക്കാനും, അതോടൊപ്പം ഈ ആദ്യം കോടതിയിൽ പോയവർ തന്നെ കോടതിയിൽ പോകാനും ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥകളുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ചെയ്യാതെ മറിച്ച് ഒരു സുപ്രഭാതത്തിൽ എന്താ പറഞ്ഞ ഇനി ഇപ്പുറത്തുനിന്ന് ആരവിടെ സംഘടിച്ചാലും ആ സംഘടിക്കലൊന്നും അതൊരു ഒരു നാടിന്റെ ഗുണകരമായ ഒരു കാര്യത്തിനല്ല. മറിച്ച് VD സതീശന്റെ വാക്കുകളെ ഞാൻ കടമെടുക്കുന്നു. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത നമ്മുടെ നാട്ടിൽ പടരുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടാകാതെ, ഇതൊക്കെ ഇല്ലാതെ സഹിഷ്ണുതയോടെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു സമൂഹമാകണം. ആ ഒരു സമൂഹമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഒരു ദീപം തെളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ എന്താ പറഞ്ഞ മുരുകവിശ്വാസം സഫലമാകൂ. ഇനി ഇതല്ല എങ്കിൽ SDPI-ക്കാർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും മൃഗത്തെ ബലി കൊടുത്താലേ ഞങ്ങളുടെ വിശ്വാസം സഫലമാകുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് അത് സമാധാനത്തിന് വേണ്ടിയല്ല. അത് മറിച്ച് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, തമിഴ്നാട്ടിലെ മറ്റ് ഹൈന്ദവ സംഘടനകളും അതിൻ്റെ അകത്തെ സന്യാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അണ്ണാമലയാണല്ലോ പത്രസമ്മേളനമായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകളുടെ സന്യാസി വര്യന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഒന്നും ഈ ഇഷ്യൂവിൽ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം ഹിന്ദു മുന്നണി ഉൾപ്പെടെയുള്ള 50ഓളം സംഘടനകളാണ് ഇതിനെതിരെ എത്തിയത്. കോടതിയെ സമീപിച്ചതുമൊക്കെ അവരാണല്ലോ. അതെല്ലാം അണ്ണാമലയുടെ നേതൃത്വത്തിലല്ലേ മാഡം ഇന്നലെ പത്രസമ്മേളനം നടക്കുക ഈ കാര്യത്തിലൊക്കെ. കാരണം അണ്ണാമലയോടെ പ്രസംഗിക്കുന്നത് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. തമിഴ്നാട്ടിലുള്ള ആളുകൾക്കല്ല മനസ്സിലാകേണ്ടത്, ഇത് മനസ്സിലാകേണ്ടത് പുറത്തോട്ടുള്ള കാര്യത്തിലാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആ ബോധം. കാരണം സാധാരണഗതിയിൽ ഏത് തമിഴിനും ഡൽഹിയിൽ പോയി വാർത്താ സമ്മേളനം നടത്തിയാലും അവർ തമിഴിലേ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ തമിഴ് ഭാഷയോടുള്ള അവരുടെ ഒരു ഇത് അപ്പോൾ ഇതൊരു ഇഷ്യൂ ആയി നമ്മുടെ നാട്ടിൽ ഇത് പ്രചരിക്കണം. അത് അവിടെ മാത്രം പോരാ, അത് ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഇതൊരു വർഗീയമായിട്ട് വളരണം എന്ന് ചിലർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം അത് വളർത്തുക, അതിലൂടെ 2026 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. BJP-യുടെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഭാഗമാകാനോ അവർ OPS-നെ പിടിച്ചു നോക്കി, EPS-നെ പിടിച്ചു നോക്കി, ശശികലയുമായിട്ട് കൂട്ടിച്ചേരാമെന്ന് നോക്കി. ഇപ്പൊ ഏറ്റവും അവസാനം TVK-യുമായിട്ട്, നമ്മുടെ സിനിമാ താരവുമായിട്ട്, വിജയുമായിട്ട് സഖ്യത്തിൽ. പക്ഷെ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം ഒന്നുകൂടി ഒന്ന് പ്രയോഗിച്ചു നോക്കാം. മുരുകക്ഷേത്രത്തിൽ ദീപം തെളിക്കാനായിട്ട് പോയ ആളുകളെ തടയുന്നു. അപ്പോൾ ഹിന്ദു മതം അപകടത്തിൽ, സനാതനധർമ്മം അപകടത്തിൽ, എല്ലാവരും ചാടി ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ 21-ലില്ല, 22-ലും ഇല്ല.